മുളക് ഇങ്ങനെ ഇത് കടിച്ച് വിഷമല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി നമ്മളെ വിശേഷമൊക്കെ വന്നിട്ടില്ലേ. നമ്മളെ വിശേഷം അറിയാണ്ട് കുറെ ആള് നമ്മളെ വാട്സപ്പിൽ വരെ വന്നിട്ടുണ്ട്. എന്താ ഇപ്പൊ ഒന്നും അറിയാഞ്ഞിട്ട് ഒരു രസമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 2-0 എല്ലാവർക്കും അറിയൂല. 2-0 കുറെ ആൾക്കാർക്ക് അറിയില്ല. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത് വ്ളോഗ് എടുത്തിട്ട്. അത് അങ്ങോട്ട് എന്ത് ചെയ്താലും നമുക്ക് കുറ്റാണ്. അപ്പോൾ ഈ സ്റ്റോറി ചെയ്താല് ആ പ്രശ്നം കമന്റ് അങ്ങനത്തെ വരുന്നില്ല. സ്റ്റോറി അല്ലേ, നമ്മള് ഒറിജിനൽ കഥയല്ലേ. ഒറിജിനൽ കഥയല്ലേ നമ്മള് എഴുതി ഉണ്ടാക്കിയല്ലേ നമ്മള് ചെയ്യണല്ലേ. അപ്പൊ അതുകൊണ്ട് അതാക്കാനുള്ള തീരുമാനം എടുത്ത്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വരാം അല്ലേ. ഇതായിട്ട് ഞങ്ങൾക്കും ഞങ്ങൾ എഴുതിയോണ്ടിരിക്കുന്നോ തീർന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് കാലിന് വയ്യാതായിരുന്നേ. അമ്മേന്റെ റോൾ കൂടി ഞാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ അമ്മേനെ നമുക്ക് ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മായിയമ്മേന്റെ റോളാണ്. അപ്പൊ അമ്മേനെ അതിനിങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. അമ്മയ്ക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആവാൻ പറ്റുമെന്ന് അറിയില്ല. എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞു തോട്ടത്തിൽ ഇപ്പൊ കൊറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ പറയാത്തത് എന്താന്ന് ചോദിച്ചാല് പറയണില്ല. പറഞ്ഞ അതിനും വലിയ പ്രശ്നങ്ങളാണ്. ഓരോ വേർഡ് കമന്റ് അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ അങ്ങനെ, അതുകൊണ്ട് നമ്മൾ പറയണില്ല കേട്ടോ. അപ്പൊ നെഗറ്റീവ് വന്നുകൊണ്ടേ ഇരിക്കൂലേ. നെഗറ്റീവ് വന്നിട്ടാണ് നമ്മളൊന്നും കാണിക്കാത്തത്. തക്കാളി കിടണം അത് ഇതായിട്ടില്ല. ആവുന്നുണ്ട്. നമ്മളെ കുഞ്ഞു തോട്ടത്തിൽ പന്നി കയറിയിട്ടുണ്ട്. പന്നിക്ക് തക്കാളി വഴുതനങ്ങയൊന്നും വേണ്ട കേട്ടോ. അതൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല. അല്ലാത്തേക്കൊന്ന് വന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. കാലടി നല്ലോണം പതിഞ്ഞിട്ടുണ്ട്. എല്ലാം കുരുമുളകൊന്നും മാറ്റിയേക്കണം. ഇത് ഉണങ്ങലോടെ എന്ന് നമ്മളെ വീട്ടിൽ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും സന്തോഷപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരണ്ട്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നുണ്ട്. ഇപ്പൊ അമ്മേതൊക്കെ ചീഞ്ഞല്ലോ. ഇവിടെ തന്നെ നോട്ടല്ലേ. ഇവിടെ എന്തായാലും പിന്നെന്താ സൂപ്പർ ഉണ്ട്. അത് എല്ലാം കാണിക്കലാണ്. എന്താണ് ഇന്ന് നമ്മള് ചോറിന് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ വൃശ്ചിക മാസം വന്നപ്പോ നമുക്ക് പച്ചക്കറി അല്ലേ നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ. നേരം പുലർന്ന നമ്മള് എന്താണ് ഇന്ന് ആക്കുക, എന്താണെന്ന് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ്. മറ്റത് മീന് എന്തെങ്കിലും മീൻ കറി ഉണ്ടായാൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു കറി അതൊരു പൊരി ആയാൽ പിന്നെ വേറൊന്നും എനിക്ക് വാങ്ങുന്നില്ലല്ലോ. നമ്മളെ തോട്ടത്തിൽ ഇതൊക്കെ പന്നിത്തിട്ട് ഇന്നലെ വന്നിട്ട് ഇവിടെ. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? പൂവേ. എന്ത് പൂവേണത്? പൊടി ഉണ്ടാക്കണ പൂവ. വെള്ള അല്ലേ നീളത്തിൽ വരുന്നുണ്ട്. നമുക്ക് അത് മൂത്തിട്ടില്ല. സ്റ്റോറി എഴുതി കഴിയോളം നമുക്ക് വ്ലോഗ് ഇടാം. അതെ, സ്റ്റോറി എന്തെങ്കിലും കാട്ടിയിട്ട് നല്ല കണ്ടന്റ് ആയിട്ട് വരണല്ലോ. അപ്പോൾ നല്ല സ്റ്റോറി നമ്മൾ സെലക്ട് ആക്കിയിട്ട് തിരഞ്ഞെല്ലാം അമ്മ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കണ സ്റ്റോറിക്കാണ് പോയിക്കൊണ്ടിരിക്കണ കേട്ടോ. ഇതാണോ പന്നീന്റെ കാല്? നിങ്ങളെ വെണ്ടയ്ക്ക നോക്കി വന്നു തന്നെയാണ്. ഇവിടെ ഈ എന്താ ബെഡ് ചെയ്ത തയ്യല അതിന്റെ അവിടെ മുറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അതേപോലെ പ്ലാവ് ഇങ്ങനെ വട്ടത്തിലായി വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അവിടെ മുറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ മുറിച്ചു കൊടുത്തു. നിങ്ങൾ വിളിച്ചിട്ടായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇത്ര സന്തോഷത്തിൽ കാണിക്കുന്നത്. ഒരാളും കൂടി ഉണ്ട് ഇവിടെ. ഇതിന്റെ ഒപ്പമുള്ള നാളെ നമ്മള് ഒരു പുളി വെച്ചൊരു കറി ഉണ്ടാക്കിയില്ലേ, ആ കറി ഉണ്ടാക്കിയിട്ട് ഒപ്പം പിന്നെ എടുക്കാറിന് എടുത്ത് വെച്ചു. പക്ഷെ അത് പറിക്കാണ്. ഇത് നമുക്കൊരു സാധനം ഉണ്ടാക്കണത് കൊണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ള എന്താണെന്ന് അറിയില്ല. കഴുകിട്ടെടുക്കും. ഇത് കടിച്ചല്ലോ. ആ കഴുകണം. എന്നാലും നിങ്ങള് കടിച്ച് എന്തായാലും ഫ്രഷ് സാധനമാണ് കേട്ടോ. ഒരു വളം പോലും ഇട്ട് കൊടുത്തിട്ടില്ല. സൂപ്പർ അല്ലേ. ഇത് നമുക്ക് എടുത്തേക്കണം. നമ്മളെ ടിവിയിലോ അതല്ലേ ഫോട്ടോ എടുത്തേക്കണം. അപ്പൊ ഇത് നമ്മളില്ലേ തക്കാളി കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കറി. ഇപ്പൊ നമ്മള് ഷോർട്ട് ഇടലില്ല അല്ലേ. എന്റെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കാണാൻ എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഒന്നാമത് എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വെറുത്തു. അതുകൊണ്ട് നമ്മള് ഇടാത്ത
ഞാൻ ആദ്യമൊക്കെ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ടെൻഷൻ ആവുമായിരുന്നു കേട്ടോ. ഞാനത് പറയും. ഇപ്പൊ പിന്നെ എന്റെ സിന്ധേച്ചിയും എന്താ അമ്മയും എല്ലാരും ഇങ്ങനെ പറയും, അവിടെ പറഞ്ഞോട്ടേക്ക് പറയണേനൊക്കെ ഇങ്ങനെ ടെൻഷൻ നിന്നാലോ എന്ന് പറഞ്ഞിട്ട് ഓരിന്നെ മാറ്റിയെടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ നെഗറ്റീവ് വന്നാലും ഞാൻ അത്ര അങ്ങോട്ട് മൈൻഡ് കൊടുക്കാത്ത കാരണം ഞാൻ കുറെ റെഡിയായി. സന്തോഷം പെട്ടെന്ന് ഇപ്പൊ പറയും. അങ്ങനെ പറയുമ്പോ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ഇടണ്ട അങ്ങനത്തെ അപ്പൊ എന്താണ് നമ്മൾക്ക് കഴിയുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളെന്തൊക്കെയാണ് ഉണ്ടാക്കണേ? തക്കാളി മോരുകറി കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? തക്കാളി ഉണ്ടാക്കണേ തക്കാളി മോരുകറിയാണ് കേട്ടോ. പിന്നെ ഒരു സാധനം ഇവിടെ നാടൻ കാന്താരി മുളക് ഇങ്ങനെ അമ്മക്ക് നമ്മള് സുറുക്കിയതാ അല്ല, നമ്മൾ തറവാട്ടുന്നോടൊന്ന് സാധാ ഉണങ്ങിയ മുളകല്ലേ. എന്നിട്ട് ഉപ്പിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ വെള്ളത്തിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉണക്കിയിട്ട് പൊരിക്കാം. ഇത് എണ്ണയിട്ട് പൊരിക്കാം. ഇപ്പൊ നമ്മൾ ഈ മണ്ഡലകാലത്തൊക്കെ നമ്മള് സാധാരണ മോരുമുളക്, പപ്പടം, മോരുകറി ഇതൊക്കെ തന്നെ നമ്മളെ കറി ഉണ്ടാവുക. അപ്പൊ ഞങ്ങള് പറഞ്ഞു നമുക്ക് ഇത് ഉണക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ അന്ന് വെച്ച ചെടി ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു ചെടികളാണ്. അതന്ന് വെച്ചപ്പോ ഫസ്റ്റ് കൂടുതൽ വെച്ചത്. ലാസ്റ്റ് എത്തിയപ്പോഴേക്കും തികഞ്ഞില്ല. എന്നാലും ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടായി കിട്ടിയ എല്ലായിടത്തും പരന്ന് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ലൂട്ടിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ നമ്മളെ തക്കാളി മോരുകറി ഉണ്ടാക്കാൻ പോവാട്ടോ. അതിനങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇതൊക്കെ എന്ത് രസാലേ കാണാന്. ഒരു സൈസ് തോട്ടവാഴ പോലത്തെ ഒരു ചെടി തന്നെയാണ് കേട്ടോ. പേരൊന്നും അറിയില്ല എനിക്ക്. ഭംഗിയാണ് കേട്ടോ. അത് ആ ഭാഗത്തും ഉണ്ട്. അതിന് പൂവായിട്ടില്ല. പഴയ വീട് നമ്മള് പുതിയ വീടുണ്ടായപ്പോ മേടിച്ച സാധനം. ഇത് കേട് വന്നപ്പോ പുറത്തേക്ക് വലിച്ചു തന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഹോം ടൂർ കാണിക്കട്ടെ. പുതിയ വീടിന്റെ പണി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഗ്യാസ് അടുപ്പിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ് ഇവിടെ. ഉച്ചക്ക് ശേഷം ഇപ്പത്തെ കാലാവസ്ഥ കണ്ടാ നല്ല വെയിലാണ്, പുറത്തിറങ്ങാൻ പറ്റും. അതിപ്പോ കൊറേ ആയിലേക്ക് കർട്ടനെ വലിക്കല് കുറച്ച് കൂടുതലാണ്. ഇടയ്ക്ക് വലിച്ചിട്ടും തത്തിട്ട് അപ്പൂസ് ഉണ്ടെങ്കിൽ ഫുൾ ഒരു ഇരുട്ടത്തിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ വലിച്ചിട്ടാ തോന്നുന്നുണ്ട് ആ കവറ് പോകുന്നു. നമ്മളെ റൂമിട്ട് പോന്നിട്ടുണ്ട്. പുറത്തൊന്ന് കുക്ക് ചെയ്യണേനും പ്രശ്നം നമ്മള് സാറല്ല. അതങ്ങനെ എന്ത് കാര്യത്തിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടല്ലോ അല്ലേ. നമ്മൾ മൈൻഡ് ആക്കണ്ടല്ലേ. ആ തക്കാളി പോലെ അപ്പൊ നമ്മളെപ്പോഴും നല്ല സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യും. ആരെങ്കിലും തക്കാളി മോരുകറി കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണങ്ങളൊക്കെ ഉണ്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട്. പറയാക്കാൻ പറ്റില്ല. എല്ലാ കാര്യം വള്ളി പുള്ളിയിടാതെ പറയണതാ. ഇപ്പൊ ഒന്നും പറയില്ല. അപ്പൊ തക്കാളി മോരുകറി കേട്ടോ. തക്കാളി മോരുകറി. അപ്പൊ ഞങ്ങൾ ഈ സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അമ്മയാണ് പറഞ്ഞത് തക്കാളി മോരുകറി ഉണ്ട് കേട്ടോ. അവരെ കറി ഉണ്ടാക്കലുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളതന്നെ ഉണ്ടാക്കുന്നത്. ചോറ് ഇറങ്ങാനൊരു നല്ലൊരു കറിയാണ് ഇത് കേട്ടോ. ഇതിക്ക് പിന്നെ കയ്പങ്ങ ഉണ്ടായ പുളീൻ്റെ കൂടെ ഒരു കയ്പും കൂടിയും കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ റെഡിയാക്കി എടുക്കട്ടെ. ഞങ്ങൾ വൃശ്ചിക മാസം വന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാത്രി ആയാലും മഴയും കാര്യങ്ങളാണ്. അതൊന്നാമത് അതാണ്. കാര്യം കൊണ്ട് രാത്രി പോകാൻ കുറച്ച് പ്രയാസമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോവാന്. അത് കാരണം പോയിട്ടില്ല. നമ്മൾ ഒന്നാമത് പോയി നമുക്ക് നഷ്ടമായി. അത് തൊണ്ട അമ്മയ്ക്ക് ഇങ്ങനെ ഇതാവേ തൊണ്ട വെള്ളം കുടിച്ച് ചെറുക്കിയത് വേണ്ട അമ്മയ്ക്ക് പാട്ടറി പാടിക്ക. ഞങ്ങള് രണ്ടാളും പാടാ. രണ്ടുപേരല്ല അവിടെ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ മണ്ഡലം നോയമ്പു നോറ്റു ഉള്ളിലുറങ്ങും ബലക്കിളിയുണർത്തി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.
കയ്യൊട്ടണില്ല. അപ്പൊ വരി തെറ്റിയ അതെന്താ പറയാ, വരികളൊക്കെ തെറ്റി നമുക്ക് അറിയുന്നില്ല. വരി അങ്ങനെയൊന്നും അല്ലേ? വരികളൊക്കെ വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയ്ക്കൊരു കടത്തില്ല. 200 വെളിച്ചെണ്ണ 1 ലിറ്റർ ആയാലും മറ്റേ ഞാൻ 1 ലിറ്റർ വാങ്ങിയത് എല്ലാരും അങ്ങനെ തന്നെയാണ്. വെളിച്ചെണ്ണ കുറച്ച് വാങ്ങും. ഇവിടെ പച്ചവെള്ളാണ്ടിട്ടുണ്ടെന്ന്. ഇക്കെന്താ ഫുഡ്? മറ്റേ റെഡ് റൈസ് ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു മാസമായിട്ടില്ല 3 കിലോ കുറഞ്ഞു. ഇപ്പൊ ഒരു കൊല്ലായിട്ട് കാണിച്ചു തരാം. ഞാൻ വീഡിയോയിൽ വരുന്നില്ല, ക്യാമറമാനാ. അമ്മ മട്ടരി ഇവിടെ വെച്ച ഇവിടെ തല്ലേന്നു. ഇപ്പൊ മട്ടരി വെക്കാനാ പറയുന്നത്. അപ്പൊ അത് കുറച്ചേരില്ലേന്നു. അന്ന് ഞാൻ മട്ടരിയ കഴിച്ചു. ശരിയാ, നമ്മളിതിന്റെ പേരെന്തായി സ്വച്ഛല്ല ഇവിടെ നമ്മളീ മൊബൈലൊക്കെ വെക്കണേ ടാഗ് ചെയ്യട്ടെ നമുക്ക്. ഞാൻ കൊറേ അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ അതില് വെക്കടാ. 3 ഉണ്ടേ. ചോടൊന്നുമില്ല കേട്ടോ. അത് വെച്ചത് അതിന് സന്തോഷം എന്ത് വെച്ചാലും എന്താ പറയാ, ഒന്ന് പിടിച്ചിളക്കി അതാ പ്രശ്നം. അത് 3 ഉണ്ട്. അംഗനവാടി എന്നെ കണ്ടിട്ടില്ല, നമ്മള് കാണിച്ചു കൊടുത്തില്ല നാള്. അംഗനവാടിക്ക് താമസം തുടങ്ങിയിട്ടില്ല കേട്ടോ. അകത്ത് ഗ്യാസ് വെച്ചതിന്റെ ശേഷം എപ്പോഴും ഓഫാക്കിയിട്ടാണ്. പറയാൻ പറ്റൂലല്ലോ, അവരുടെ വശാല് പൊട്ടിത്തെറി ഉണ്ടായാലോ. അപ്പൊ നമ്മള് കയറാക്കിയില്ല പാലവാടിയിൽ. അത് കാരണം അവിടേക്ക് താമസം എത്തിയിട്ടില്ല, കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല. പരിപാടി പരിപാടി ഇഷ്ടം പോയല്ലോ. ആ ചെടി മുറിച്ചത് എന്നിട്ട് വന്നാ വീഡിയോ കാണിക്കും. ഇങ്ങോട്ട് വരണ്ട. താത്ത നമ്മളിവിടെ പാട്ടിടേ. ആരാ പാട്ടിടണത്? നമ്മളെ കറിക്കുള്ള തൈരാണ് കേട്ടോ. നല്ല പുളി ഉണ്ടോ എന്താന്ന് അറിയില്ല. അത് അമ്മ എന്തായാലും ഇവിടെ ഉണ്ടേന്ന് കുറച്ച് ഇന്നലെ പറിച്ചത്. അതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വേണ്ട വെച്ചിട്ട്. കുറവാണ്. ഒരു കപ്പ് തൈര് കഴിക്കണം. അതിനിങ്ങനെ കൂടി കൊണ്ടുവന്നിട്ട് തരില്ല, കുറച്ചും കൂടി വാങ്ങണം. ഈ തൈര് അപ്പൊ എല്ലാരോടും പറയാ, ഭക്ഷണം കുറയ്ക്കാൻ കമ്മിയുള്ളവര് ഒരു 10 ദിവസം കുറച്ചാൽ മതി. പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂല. ഞാനൊക്കെ നല്ലോണം കഴിച്ചപ്പോ കഴിക്കില്ല. അപ്പൊ 150 ഗ്രാം കഴിക്കുള്ളൂ. അത് ശീലായി. 1 മാസമായില്ലേ. ആ ഭാഗം ഞാൻ തിന്നൂട്ടോ. എനിക്ക് തടി കുറയ്ക്കണം, പക്ഷെ ഞാൻ ഭക്ഷണം കുറയ്ക്കൂല. അത് ചേച്ചിട്ട് ഞാൻ ഒന്നായിട്ട് വായി വെച്ച് തിന്നൊന്നുമില്ല കേട്ടോ. എന്താ അമ്മയ്ക്ക് പണി? അമ്മ കുട്ടുമാളുണ്ട് അവിടെ. അപ്പൂസിന് എന്നും മുരിങ്ങ വേണം. അപ്പോൾ 2 മതി. കറിയാണ് വേണ്ടത്. ഇന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ പോകുന്നു മുരിങ്ങ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി മോരുകറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മോരുകറിയൊക്കെ നമ്മൾ എല്ലാ കുമ്പളങ്ങ, വെള്ളരിക്ക, കറുത്ത അല്ലേ, ചേമ്പ്, ചേന അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളെങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് തക്കാളി മോരുകറി നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചില സ്ഥലത്തേക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കണം നമുക്കറിയില്ല. കള്ളാണല്ലേ? വീഡിയോ കാണിക്കുന്നതാണ് അമ്മ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ അതിൻ്റെ അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ. അധികം ചിലവൊന്നും ഇല്ലല്ലോ, നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ കടുക് പൊട്ടിയാൽ വീട്ടിലുള്ള കേടില്ല, ഒക്കെ വീട്ടിലുണ്ടായതാ വൈദ്യുതി. ഇനി കടുക് പൊട്ടിയാൽ ഒരു 2 മണിയല്ല തൈലറുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. അമ്മയിലെ പോയമ്മ അപ്പൂസിനുള്ളത്. അമ്മ എങ്ങനെയല്ല അപ്പൂസിനുള്ളത് ബാക്കി കാര്യം. ഇനി ഇതാ ഉലുവ പൊട്ടിട്ടോ. എന്നിട്ട് ഞാൻ വേഗത്തെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കേട്ടോ നല്ലോണം ഒന്ന് മൂപ്പിക്കട്ടെ. അപ്പം ഇത് നമ്മളെ മലപ്പുറം വറുത്തിൻ്റെ
പണ്ടേ ഉമ്മ ഉള്ള അന്നേ ഒരു മുരിങ്ങമരം അവിടെ ഉണ്ടായിരുന്നിട്ട് ആ മുരിങ്ങമരം എപ്പോഴും ഉണ്ട്. പൊട്ടിക്കുമ്പോ ഒരു പിടി ഓർക്കും ഒരു പിടി ഞങ്ങൾക്കും. നാളികേരം കുറിച്ച ഒരു മുറി ഞങ്ങൾക്കും ഒരു മുറി കൊടുക്കും. മീൻ 5 രൂപയ്ക്ക് ഞാൻ 2 കുട്ടികൾ പഠിക്കും. അതിപ്പോഴും മറക്കാൻ പറ്റൂല. ആ ഒരു 5 ഉറുപ്പ്യക്ക് മീൻ വാങ്ങി 2 കുട്ടികൾ വെക്കുന്ന കഥ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. താത്ത പോയതിന്റെ ശേഷം ആ മീൻകാരനും പോയി. പകുതി പകുതിയൊക്കെ പിന്നെ മീൻകാരനെ കണ്ടേ ഇല്ല. കർമൂസായാലും ഒരു പൊടി പോലും ചേമ്പുണ്ടാക്കിയാലും നമ്മളെ കാവത്തുണ്ടാക്കിയാലും എന്തെടുത്താലും പകുതി എനിക്ക് തരും. എന്നിട്ട് താത്ത അതിനായിട്ട് കാത്തു നിൽക്കുക മീൻകാരൻ. മീൻ തൂക്കൊന്നുമില്ല. കുട്ടിയെ 5 ഗ്രാം താത്തനെ കാണുമ്പോ തന്നെ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ അവരില്. എന്നിട്ട് അപ്പോൾ തന്നെ താത്ത അമ്മക്കുള്ളതും താത്തക്കുള്ളതും ആക്കി തരും. അങ്ങനത്തെ ഒരു കഥ പറയാൻ പറ്റിയില്ല. മറക്കാൻ അങ്ങനത്തെ കാലം കൊടുത്താൽ സങ്കടമാണ്. അപ്പോൾ നമ്മൾ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ മൂത്തേക്ക് വേണമെങ്കിൽ തക്കാളിയും കറിവേപ്പില അതേപോലെ 2 പച്ചമുളകും പിന്നെ ഉണക്കമുളകിൻ്റെ ഒരു തൊലി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുരു ഞങ്ങൾ വിത്തിനെടുത്തത് വെറുതെ കളയണ്ടല്ലോ. ഇവിടെ കിടക്കട്ടെ. ആ കുരു നമ്മൾ പാവിയിട്ടുണ്ട് കേട്ടോ. മുളച്ചിട്ടില്ല. എത്ര ദിവസം പിടിക്കുമോ അത് മുള വരാം? അത് പിന്നെ മുള വരാൻ ചിലപ്പോൾ വേഗം മുളയ്ക്കും നല്ല കുരുവാണെങ്കിൽ. അല്ലെങ്കിൽ ഒരാഴ്ച എന്തായാലും പിടിക്കും. മുള വന്നിട്ടില്ല കേട്ടോ. മണ്ണിൽ കിടക്കുന്നുണ്ട്. കണ്ടിട്ടൊക്കെ നല്ല കുരുവാണ്. അപ്പം നല്ലോണം ഒരാഴ്ച വേണം. താത്ത കോ നാസറാക്കാൻ്റെ മുത്ത് പ്രസവിച്ചോ? കേട്ടില്ല. പച്ചമുളകും പിന്നെ ആ ഉണക്കമുളകിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു കുറച്ച് എരി നമുക്ക് വേണമല്ലോ. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൈപ്പങ്ങയിലൂടെ കിടന്നോട്ടെ. ഉപ്പ് പൊടിക്കാൻ നമ്മൾ ഇത് പൊരിക്കാനുള്ളതാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്യാനുള്ളത്, ഉപ്പേരിയല്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. അതേപോലെ നമ്മളെ ഈ മോരുകറിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിക്കും കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ മോരുകറിക്കും നല്ലോണം മൂപ്പിച്ചെടുക്കാം. നമ്മളെ കട്ട തൈര് ഒഴിച്ചെടുക്കട്ടോ. രസമല്ലാതെ നിൽക്കാൻ വഴിയില്ല. കാരണം തൈരല്ലേ അല്ലേ. ചോറിനിങ്ങനെ ഒഴിച്ച് ഇനി തിളപ്പിക്കണമെന്നില്ല. ഇങ്ങനെ ചൂടായിക്കോട്ടെ കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് കറി പിന്നെ തിളയ്ക്കാനൊന്നും ഇല്ല കേട്ടോ. അത് മോരല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങി വെച്ചു കേട്ടോ. ചൂടാക്കിയിട്ട് പിരിഞ്ഞോ? അത് മോരല്ലേ, തിളപ്പിക്കാൻ പാടില്ലല്ലേ. തിളപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പൊരിച്ചെടുക്കണം. നമ്മൾ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ചൂടാട്ടെ. ആദ്യം മുളക് വാരിക്കൊണ്ട് കേട്ടോ. മുളക് തന്നെ എടുക്കാമല്ലോ. മുളക് കഴുകി ഉണക്കി വെച്ചതാട്ടോ. ഇപ്പൊ ഒന്ന് കഴുകി ഉണക്കി വെച്ചത് ഉണ്ടാവും. ആ മുളക് കുറച്ച് പൊരിക്കണം. കുറച്ചെടുത്താ വരമ്മ. അതൊരു പൊരിച്ചളായി കുപ്പിയിലിട്ടേക്കാൻ നിൽക്കണ്ടല്ലോ. ആ എണ്ണ കിടന്നത് നമുക്ക് പൊരിച്ചാലോ. നിൽക്കാൻ പറ്റില്ലല്ലേ. എണ്ണ കിടന്നൊന്ന് പൊരിഞ്ഞു വന്നാൽ നാളെ കാണല്ലേ. പ്രശ്നമാണ്. ബൈ. കൈപ്പങ്ങടി പൊരിക്കട്ടാ.